നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് ബഹുമാനരായ എല്ലാ പ്രേക്ഷകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശുഭഗ്രഹമായ ബുധൻ 2025 ഫെബ്രുവരി 27 മീനം രാശിയിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ കുംഭൻ രാശിയിൽ ശനിയോടൊപ്പമാണ് സഞ്ചരിക്കുന്നത്. ഫെബ്രുവരി 27 അതായത് കുംഭമാസം 15 ബുധൻ മീനൻ രാശിയിലേക്ക് പ്രവേശിക്കും. മീനൻ രാശിക്ക് ബുധനുമായിട്ടുള്ള പ്രത്യേകത എന്താണ്? ബുധൻ്റെ നീചരാശിയാണ് മീനൻ രാശി. അപ്പോൾ ബുധൻ അവിടെ നിൽക്കുമ്പോൾ ബുധന് ബലം കുറയുന്നു. അതോടൊപ്പം തന്നെ സൂര്യൻ മീനം രാശിയിലേക്ക് കടക്കുന്ന അടുത്ത മാസം ഈ ബുധന് മൗഢ്യവും സംഭവിക്കും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മീനൻ രാശിയിൽ ഇപ്പോൾ തന്നെ രാഹു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഉച്ചരാശി സ്ഥിതനായ ശുക്രന് അവിടെ സഞ്ചരിക്കുന്നുണ്ട്. ദീർഘകാലത്തേക്ക് ശുക്രൻ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴുള്ളത്. ഇപ്പോൾ ശുക്രനെ സംബന്ധിച്ച് മീനൻ രാശി ഉച്ചരാശിയാണ്, ബുധനെ സംബന്ധിച്ചത് നീചരാശിയാണ്. ശനിയും ബുധനും കൂടെ ആണിപ്പോൾ കുംഭൻ രാശിയിൽ സഞ്ചരിക്കുന്നത്. അപ്പോൾ ബുധൻ മീനത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ ആ മീനം രാശിയിൽ വെച്ച് നോക്കുമ്പോൾ 12-ലാണ് ശനി സഞ്ചരിക്കുന്നത്. അതായത് ബുധൻ നിൽക്കുന്നതിൻ്റെ 12-ലാകും ശനി അന്നേരം. അപ്പോൾ ഇത് വെച്ച് നമുക്ക് കണക്കാക്കുമ്പോൾ ഓരോ നക്ഷത്രക്കാരുടെയും ഫലം എന്താണ് എന്നുള്ളതാണ് നോക്കാനുള്ളത്. നമുക്ക് കൂറുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ ഫലം തയ്യാറാക്കിയിരിക്കുന്നത്. ഈ വീഡിയോയിൽ നമുക്ക് മേടക്കൂറ്, ഇടവക്കൂറ്, മിഥുനക്കൂറ്, കർക്കിടകക്കൂറ് ഈ 4 കൂറുകളിൽ വരുന്ന അശ്വതി മുതൽ ആയില്യം വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങൾ സാമാന്യമായിട്ട് നോക്കാം. അപ്പോൾ ബുധൻ ദീർഘകാലത്തേക്ക് മീനൻ രാശിയിൽ നിൽക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. സാധാരണ ഒരു മാസമോ അതിൽ താഴെയോ മാത്രമേ ബുധൻ ഒരു രാശിയിൽ നിൽക്കുകയുള്ളൂ. സൂര്യനുമായിട്ട് ഏറ്റവും അടുത്ത ഗ്രഹമാണല്ലോ. പക്ഷേ ഇത്തവണ 70 ദിവസത്തോളം ബുധന് ഈ മീനൻ രാശിയിൽ നീചരാശി സ്ഥിതനായിട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൂടെ മനസ്സിലാക്കി വേണം നമ്മൾ ഫലം പറയാനായിട്ട്. അപ്പം ബുധന് മാർച്ച് 16 മുതൽ വക്രസ്ഥിതിയുണ്ട്. അതിനുശേഷമാണ് മൗഢ്യം സംഭവിക്കുന്നത്. അപ്പം നീചം, മൗഢ്യം എന്ന് ഉള്ള 2 അവസ്ഥ, വക്രം, ഈ 3 അവസ്ഥകളിൽ കൂടെ ബുധൻ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ നീചരാശിയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ബുധൻ്റെ ഫലദാന ശേഷി അവിടെ കുറയുകയും ആ ബുധൻ നൽകുന്ന അനുഭവങ്ങൾക്ക് സാധാരണ കിട്ടുന്ന അനുഭവങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായൊരു അനുഭവമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. വിദ്യാഭ്യാസം, മാധ്യമ പ്രവർത്തനം, അധ്യാപനം, അഡ്വക്കേറ്റുമാർ, ഇതൊക്കെ ബുധൻ്റെ കാരകത്വമുള്ള ജോലികളാണ്. അതുപോലെ തന്നെ കൗശലം, ബ്രോക്കർ ആയിട്ട് പ്രവർത്തിക്കുന്നത്, കച്ചവടം, ബന്ധുക്കൾ, പിന്നെ സാഹിത്യവും കലകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടും ബുധൻ കാരകത്വം വഹിക്കുന്നുണ്ട്. ശില്പവിദ്യ, ഗണിതവിദ്യ, വളർത്തു മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആട് തുടങ്ങിയ മൃഗങ്ങൾ ഒക്കെ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ ബുധൻ്റെ കാരകത്വത്തിൽ പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിദ്യാരംഭത്തിന് വിദ്യാകാരകനാണല്ലോ ബുധന്. അപ്പം ഈ വിദ്യാരംഭത്തിനൊന്നും ബുധൻ്റെ നീച രാശി സ്ഥിതി എടുക്കാറില്ല എന്നുള്ള ഒരു ആചാരമുണ്ട്. അതായത് ബുധൻ നീചരാശിയിൽ സഞ്ചരിക്കുന്ന സമയത്ത് വിദ്യാരംഭമൊന്നും ചെയ്യാറില്ല, നല്ല വിദ്യകളൊന്നും പഠിക്കാറില്ല അങ്ങനെയാണ് പഴയ ആചാരം. ഇനി ബുധൻ്റെ ഫലം നോക്കുമ്പം നമ്മൾ ജനിച്ച കൂറിൻ്റെ 2-ലോ 4-ലോ 6-ലോ 8-ലോ 10-ലോ 11-ലോ, അതായത് 2, 4, 6, 8, 10, 11 ഈ കൂറുകളിൽ സഞ്ചരിക്കുമ്പോൾ ബുധൻ ഗുണവാനാണ്. പക്ഷേ ഇത് സാധാരണഗതിയിലാണ് കേട്ടോ. ഇപ്പം നീചരാശിയിൽ നിൽക്കുകയും വക്രവും മൗഢ്യവും എല്ലാം കൂടെ വരികയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ബുധൻ്റെ ഫലദാന ശേഷി കുറവായിരിക്കും. ഇതൊഴികെയുള്ള മറ്റ് രാശികളിൽ പെട്ടവർക്ക്, അതായത് 1, 3, 5, 7, 9, 12 എന്നീ രാശികളിൽ ഉള്ള ആളുകൾക്ക് അല്പം ബുദ്ധിമുട്ടായിരിക്കും അനുഭവപ്പെടുന്നത്, കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്ക് ചുരുക്കത്തിലൊന്ന് നോക്കാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് അവരുടെ 12-ാം ഭാവത്തിലാണ് ബുധൻ സഞ്ചരിക്കാൻ പോകുന്നത്. അതായത് ഫെബ്രുവരി 27 മുതൽ. അപ്പോൾ അവിടെ ഈ പാപഗ്രഹമായ രാഹുവും ശുക്രനും ഉള്ളതുകൊണ്ട് 3 ഗ്രഹങ്ങൾ ആ രാശിയിൽ വരികയാണ്. ഒരുപാട് അലച്ചിലുകൾ ഉണ്ടാകാൻ ഇടയുള്ള സമയമാണ്.
ഈ ബുധന് നീചാവസ്ഥ വരുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രയാസം ബുദ്ധിപൂർവ്വം തീരുമാനം എടുക്കാനുള്ള ബുദ്ധിമുട്ടാണ്. കൺഫ്യൂഷൻ ഒരുപാട് ഉണ്ടാകും. നമ്മൾ എന്ത് പറഞ്ഞാലും അത് മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് മറ്റൊരു വിധത്തിലായിരിക്കും. എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും ആശയങ്ങൾ പൂർണ്ണമായിട്ടും പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടാകും. നമ്മൾക്ക് ജനശ്രദ്ധ കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടായേക്കാം. പൊതുപ്രവർത്തകർക്കും കലാകാരന്മാർക്കും ഈ നേരത്തെ പറഞ്ഞ പ്രൊഫഷനുകളിൽ ഏർപ്പെട്ടവർക്ക്, അധ്യാപകർ, വക്കീൽ തുടങ്ങിയ ആളുകൾക്കൊന്നും ഒന്ന് ഷൈൻ ചെയ്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാത്ത ഒരവസ്ഥ വന്നേക്കാം. ബന്ധുക്കളുമായിട്ട് തർക്കങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. അല്ലെങ്കിൽ ബന്ധുക്കളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് മൂലം അപമാനം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ശാരീരിക അധ്വാനം വർദ്ധിക്കുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനം അല്പം ബുദ്ധിമുട്ടാകുന്നതാണ്. കച്ചവടക്കാർ കൂടുതൽ മുതൽ മുടക്കുന്നത് നല്ലതല്ല, കച്ചവടത്തിനത്ര അനുയോജ്യമല്ല. എന്നോർത്തിപ്പം ബിസിനസ്സുകൾ ചെയ്യാതിരിക്കാൻ പറ്റിയല്ലോ. പുതിയ വ്യാപാരങ്ങളിലേക്ക് മാറുന്നത് ജാതകത്തിലെ ഗ്രഹസ്ഥിതിയുടെ പരിശോധിച്ചിട്ട് വേണം. ബുധൻ വളരെ ശുഭകരനായിട്ടാണ് ജാതകത്തിൽ നിൽക്കുന്നത്. അതുപോലെ ഈ ബുധൻ്റെ ദോഷത്തിന് തത്തുല്യമായ പ്രതിവിധി ഈ സമയത്ത് മറ്റ് ഗ്രഹങ്ങൾ കൊണ്ടുണ്ട് എങ്കിൽ മാത്രമേ നമ്മൾ പുതിയൊരു ബിസിനസ്സിലേക്ക് കടക്കാവുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം അത് ജാതകം പരിശോധിച്ചിട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ നിലവിലുള്ള ബിസിനസ്സുകളും പ്രൊഫഷനുമൊക്കെ തുടർന്നുകൊണ്ട് പോകാനായിട്ട് മാത്രം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റ്, ഊഹക്കച്ചവടം ഇതിലൊന്നും ഏർപ്പെടാനായിട്ട് മേടക്കൂറുകാർക്ക് ഈ അവസരം യോജിച്ചതല്ല. ഇടവക്കൂറുകാരാണ് അടുത്തത്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് അതിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് കാർത്തികയുടെ 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ 2 പാദങ്ങൾ, കാർത്തികയുടെ അവസാന 3/4 ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതി. അവരെ സംബന്ധിച്ച് ബുധൻ 11ാം ഭാവത്തിലാണ്. ഈ 11ൽ ബുധൻ എന്ന് പറയുന്നത് വളരെ ശുഭകരമായിരിക്കേണ്ടതാണ്. പക്ഷേ മൗഢ്യവും രാഹുവുമായിട്ടുള്ള ബന്ധവും നീചരാശി സ്ഥിതിയും കൂടെ ആയതുകൊണ്ട് കാര്യമായ ഗുണമൊന്നും 11ൽ വന്നാലും ഇടവക്കൂറുകാർക്ക് ബുധനെ കൊണ്ട് ലഭിക്കുന്നതല്ല. കുറേ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. വലിയ നേട്ടങ്ങളെന്ന് പറഞ്ഞുകൂടാ, എങ്കിലും സാമാന്യ രീതിയിൽ സാധാരണ ജീവിതത്തിൽ പരീക്ഷകളൊക്കെ പാസ്സാകും. ജോലി ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കും. പിന്നെ ചെറിയ കൗശലമൊക്കെ ഉപയോഗിച്ച് ഒന്ന് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും. പിന്നെ ട്രെയിനിങ്ങുകളിലൊക്കെ പങ്കെടുക്കാനായിട്ട്, പരിശീലന പരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ യോഗമുണ്ട്. വ്യാപാരത്തിൽ ഒരല്പം മെച്ചം ഉണ്ടാകും. വലിയൊരു സാമ്പത്തിക നേട്ടം ഉണ്ടാകാൻ സാധ്യതയില്ല ബുധനെ കൊണ്ട്. പിന്നെ എങ്കിലും പുതിയ ആശയങ്ങളൊക്കെ നടപ്പാക്കാൻ അവർക്ക് സാധിക്കും. തൊഴിൽപരമായിട്ട് പല പല പരീക്ഷണങ്ങളും നടത്തും. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ചുമതലകൾ വർദ്ധിക്കുന്നതാണ്. കായിക രംഗത്തുള്ളവർക്ക് ഗുണകരമായ അനുഭവമാണ്. എല്ലാത്തിനും 1ാം സമ്മാനമൊന്നും കിട്ടിയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ കിട്ടാനുള്ള യോഗമുണ്ട്. ബുധൻ 11 വരുമ്പോൾ തീരെ മോശം എന്ന് പറയത്തില്ല, പക്ഷേ ബുധൻ്റെ ഫലദാന ശേഷി കുറവാണ്. അങ്ങനെ ഭൗതിക നേട്ടങ്ങൾ ചെറിയ തോതിൽ ഉണ്ടാകും. ഭാവിയിൽ പ്രയോജനപ്പെടുന്ന ചില പ്ലാനിങ്ങുകളൊക്കെ നടത്താൻ സാധ്യതയുണ്ട്. അത് പിന്നീട് പ്രയോജനം ചെയ്യും. മറ്റ് ഗ്രഹസ്ഥിതി നോക്കണമല്ലോ. അപ്പോൾ ശുക്രൻ്റെ അനുഭവം നോക്കുമ്പം അത് ഗുണകരമായിട്ട് വരുമല്ലോ. അതുകൊണ്ടാണ് പൂർണ്ണമായിട്ടും ദോഷമെന്ന് പറയുന്നത്. ബുധനെ കൊണ്ടുള്ള ഫലമാണ് ഇപ്പോൾ പറയുന്നത്. ശുക്രൻ നല്ല സ്ഥാനത്തല്ലേ നിൽക്കുന്നത് ഇടവക്കൂറുകാരെ സംബന്ധിച്ച്, 11ല്ലേ നിൽക്കുന്നത്. അപ്പോൾ അത് വളരെ ഗുണകരമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഗുണവും കിട്ടും. ബുധനെ കൊണ്ട്, അതായത് വിദ്യാസംബന്ധമായിട്ടും അങ്ങനെയുള്ള ഗണിത സംബന്ധം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അല്പം ഗുണം കുറഞ്ഞിരിക്കും. പിന്നെ ഭാഷകളൊക്കെ പഠിക്കാനായിട്ട് സാധിക്കും. പിന്നീടത് ഗുണകരമാകും. അടുത്തത് മിഥുനക്കൂറുകാരുടെ ഫലമാണ്. മിഥുനക്കൂറി വരുന്ന നക്ഷത്രങ്ങൾ ഏതാണ്? മകയിരത്തിൻ്റെ 2ാമത്തെ പകുതി, മകയിരത്തിൻ്റെ 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർതത്തിൻ്റെ ആദ്യ 3/4 ഭാഗം. അവർക്ക് 10ാം ഭാവത്തിലാണ് ബുധൻ വരുന്നത്. ഈ മീനത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ കർമ്മരംഗത്ത് ഒരു ഉണർവൊക്കെ ഉണ്ടാകും. പിന്നെ ചെറുകിട സംരംഭങ്ങൾക്ക് ഗുണകരമായ അവസ്ഥ ഉണ്ടാകും. വൻകിട സംരംഭങ്ങൾ തുടങ്ങാൻ അത്ര അനുയോജ്യവുമല്ല. കച്ചവടം അല്പം വിപുലീകരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പുതിയൊരു സ്ഥലത്ത് ഒരു വ്യാപാര സ്ഥാപനമൊക്കെ തുടങ്ങാനായിട്ട് സാധിച്ചേക്കും. പക്ഷേ അതിൻ്റെ ഫുൾ സ്വിങ്ങിലേക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കും ബുധൻ നീചത്തിലായതുകൊണ്ട്.
മാത്രമല്ല ശുക്രനും 10-ലാണല്ലോ ആ സമയത്ത് നിൽക്കുന്നത്. പിന്നെ അപ്പം അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശുക്രന് 10-ാം ഭാവം അത്ര ഗുണകരമല്ല. അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാകും. പിന്നെ സാങ്കേതിക കാര്യങ്ങളിലൊക്കെ നല്ല പരിജ്ഞാനം നേടാനായിട്ട് ഈ അവസരത്തിൽ സാധിക്കും. പൊതുപ്രവർത്തനത്തിൽ സ്വാധീനം ചെലുത്താനായിട്ട് സാധിക്കും. വിദേശയാത്രയ്ക്ക് യോഗമുണ്ട്. പുതിയ ഗ്രന്ഥങ്ങളൊക്കെ രചിക്കാൻ സാധിക്കും. ബുധൻ്റെ മൗഢ്യം മാറിക്കഴിയുമ്പം ഈ ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കാനും സാധിക്കും, അല്ലെങ്കിൽ അതിലൂടെ ഒരു പ്രശസ്തി ലഭിക്കും. ചികിത്സകളൊക്കെ ഫലിക്കും. ആരോഗ്യപരമായിട്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ കാലം മുന്നോട്ട് പോകും. കുടുംബജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകാനായിട്ട് സാധിക്കും. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്നത് പുണർതത്തിൻ്റെ 4-ാമത്തെ പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. അവർക്ക് 9-ാം ഭാവത്തിലാണ് ബുധൻ. 9-ാം ഭാവം ഭാഗ്യഭാവമാണ്. വലിയ ഗുണമായിട്ട് വരേണ്ടതാണ് എങ്കിൽ പോലും ഈ ബുധൻ 9-ാം ഭാവം അത്ര ഗുണകരമല്ല. ഒന്നാമത്തെ നീചരാശിയിലാണ് ബുധൻ. അപ്പോൾ 9-ാം ഭാവം എന്ന് പറയുന്നത് ബുധനെ സംബന്ധിച്ച് വലിയ ഗുണകരമല്ലാത്തത് കൊണ്ട് ഭാഗ്യത്തിന് കുറവാണ് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്. മാത്രമല്ല രാഹു യോഗം ചെയ്താണല്ലോ ബുധൻ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസവും ഉണ്ടാകും. പല തവണ ശ്രമിച്ചാൽ മാത്രമാണ് കാര്യങ്ങൾ നടന്നു കിട്ടുന്നത്. അതുപോലെ തന്നെ കാര്യങ്ങൾ മാറ്റി വെക്കേണ്ടി വരുന്ന അവസ്ഥയും ഉണ്ടാകും. അഭിപ്രായ വ്യത്യാസങ്ങൾ കുടുംബത്തിലും സുഹൃത്ത് ബന്ധങ്ങളിലും വ്യാപാരത്തിലുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വ്യാപാരത്തിൽ സൂക്ഷിച്ചില്ലെങ്കിൽ നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നഷ്ടമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ രേഖകളിലും കരാറുകളിലും ഒക്കെ ഒപ്പിടുമ്പോൾ പ്രോമിസറി നോട്ട്, എഗ്രിമെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ മാത്രം ചെയ്യുക. രേഖകളൊക്കെ കൃത്യമാണോ, ആരുടെ പേർക്കാണ് നമ്മൾ ഇത് ഇഷ്യൂ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇതിനകത്ത് എന്തെങ്കിലും ചതിയുണ്ടോ എന്ന് സംശയം ഉണ്ടെങ്കിൽ ഒരു എക്സ്പെർട്ടിനെ കാണിച്ചിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. കാരണം നമ്മളറിയാതെ, അതുപോലെ തന്നെ ഈ ഓരോരോ നിക്ഷേപ പദ്ധതികളിലൊക്കെ നമ്മൾ നിക്ഷേപിക്കുമ്പം അതിൻ്റെ കണ്ടീഷൻസ് ഒന്ന് ജസ്റ്റ് ഓടിച്ചെങ്കിലും വായിക്കണം. അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ഹിഡൻ ചാർജസ് ഒക്കെ ഉണ്ടോ അതൊക്കെ നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ഈ ഓഹരി മാർക്കറ്റിലൊന്നും ഇറങ്ങാനായിട്ട് അത്ര അനുയോജ്യമല്ല ഈ നീചത്തിൽ ബുധൻ നിൽക്കുന്ന സമയം. ഈ സാമ്പത്തികമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. നമ്മളറിയാതെ നമ്മുടെ പണം ചോർന്നു പോകുന്ന പല വഴികളിൽ നമ്മൾ പോയി പെട്ടുപോയേക്കാം. അപ്പോൾ അതിലൊക്കെ ഒരു ശ്രദ്ധ വേണം. മറ്റാരെങ്കിലും പ്രേരിപ്പിച്ചെന്ന് വിചാരിച്ച് മോശമായ വഴികളിലൂടെ ഒന്നും പോകാതിരിക്കുക. അല്പസുഖത്തിന് വേണ്ടിയിട്ട് തൻ്റെ ഭാവി ജീവിതം കളയുന്ന ഒരു സ്വഭാവത്തിലേക്ക് പോകരുത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നന്നായിട്ട് പഠിക്കുകയും നല്ല രീതിയിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും ലൈബ്രറിയൊക്കെ ഉപയോഗിച്ച് പരമാവധി അറിവ് വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു കാലമാണ്. അല്പം കൂടുതൽ പരിശ്രമിച്ചാൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടാർഗറ്റ്, ഒരു മാർക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നത്. അക്കാദമിക്ക് നിലവാരം പുലർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ അല്പം കൂടുതൽ പ്രയാസപ്പെടേണ്ടി വരും. അപ്പോൾ ഈ ഒരു സമയത്ത് പരീക്ഷകളൊക്കെ നേരിടുന്ന ആളുകൾ, ഇപ്പം ഈ ബുധനും വളരെ ദീർഘകാലത്തേക്കാണല്ലോ ഈ മീനൻ രാശി നിൽക്കുന്നത്. അതായത് ഏതാണ്ട് മെയ് 7 വരെ അവിടെ നിൽക്കുന്നു. അപ്പോൾ അതിനിടയ്ക്ക് പല പല പരീക്ഷകളും വന്ന് കടന്നു പോകും. അതുകൊണ്ട് നല്ല പ്രാർത്ഥനയോടുകൂടി മാത്രം മുന്നോട്ട് പോവുക. ഒട്ടും അലംഭാവമില്ലാതെ, ഒട്ടും ഒരു ലാപ്സ് കാണിക്കാതെ നന്നായിട്ട് പഠിക്കുക. നല്ല രീതിയിൽ പരീക്ഷ എഴുതുക. കുടുംബത്തിൻ്റെ പിന്തുണ ലഭിക്കുന്നതാണ്. ധനപരമായിട്ട് അത്ര ഗുണകരമല്ല. ഇതാണ് നമുക്ക് മേടം, ഇടവം, മിഥുനം, കർക്കടകം ഈ 4 കൂറുകളിൽ വരുന്ന അശ്വതി മുതൽ ആയില്യം വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലമായിട്ട് പറയാനുള്ളത്. ബുധൻ്റെ രാശി മാറ്റത്തോടനുബന്ധിച്ച് അപ്പോൾ കഴിഞ്ഞ ദിവസം ശുക്രൻ്റെ പറഞ്ഞിരുന്നു. ശുക്രൻ ഉച്ചരാശിയിലായതുകൊണ്ട് ഒരുപാട് ഗുണഫലങ്ങളും ചുരുക്കം ചില രാശികൾക്ക് ദോഷഫലങ്ങളും ഉണ്ടാക്കും. ദോഷഫലമല്ല, ഗുണക്കുറവ് ഉണ്ടാക്കും. ബുധൻ അങ്ങനെയല്ല. ബുധന് കുറച്ചുകൂടെ ഒരു സൂത്ര സ്വഭാവമുള്ള ഗ്രഹമാണ്. ശുക്രനെ പോലെ അല്ല ശുഭഗ്രഹമാണെങ്കിലും. ബുധന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. പാപഗ്രഹത്തോട് ചേർന്നാൽ ബുധന് ഒരു പാപത്വം കാണിക്കും. അപ്പോൾ അതുകൊണ്ട് രാഹുവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ബുധന് അല്പം കുറുക്കു വഴിയും കുറച്ച് സൂത്രങ്ങളൊക്കെ ഇറക്കാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും നമ്മൾ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക എന്ന് പ്രത്യേകം എടുത്തു പറയുന്നത് അതുകൊണ്ടാണ്. നമ്മൾ ഓരോരോ വെട്ടിൽ പോയി ചാടി കഴിയുമ്പോഴാണ് അറിയുന്നത് വേണ്ടായിരുന്നു എന്നൊക്കെയുള്ള ചിന്ത വരുന്നത്. അങ്ങനെ സമയവും കാലവും പണവും പലപ്പോഴും വെറുതെ പോകാറുണ്ട് പലരുടെയും. അതുകൊണ്ട് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ.
അപ്പം ഈ ബുധപ്രീതി വരുത്തുന്നതിനായിട്ട് ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക, നവഗ്രഹ ക്ഷേത്രത്തിൽ ബുധന് പട്ട് സമർപ്പിക്കുകയും അർച്ചന ചെയ്യുകയൊക്കെ ചെയ്യുക, പ്രാർത്ഥിക്കുക. ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും അനുഭവപ്പെട്ടാൽ മഹാദേവന് വഴിപാടുകൾ ചെയ്യുക. തടസ്സങ്ങൾ വരികയാണെങ്കിൽ മഹാദേവന് കൂവളമാല സമർപ്പിക്കുക, ത്രയംബക പുഷ്പാഞ്ജലി സമർപ്പിക്കുക. ആരോഗ്യ പ്രശ്നങ്ങൾക്കും കൂവളമാല സമർപ്പിക്കുന്നത് നല്ലതാണ്. മാനസികമായ ഒരു കാരകത്വം കൂടെ ബുധനുണ്ട്. മനസ്സിൻ്റെ കാരകൻ ചന്ദ്രനാണ്. പക്ഷേ ബുധനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം മനസ്സിന് എന്തെങ്കിലും ഡിപ്രഷനോ പ്രയാസങ്ങളോ ടെൻഷനോ ഒക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ശിവന് ധാര വഴിപാട് ചെയ്തിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ തടസ്സങ്ങൾ മാറാൻ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും, ശനിയുടെ സ്ഥിതിയോടെ നമ്മൾ കണക്കിലെടുക്കണമല്ലോ, അതുകൊണ്ട് ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കുന്നതും, സർവോപരി കുടുംബദേവതയ്ക്ക് വഴിപാടുകൾ ചെയ്യുന്നതും ഏറ്റവും ഉത്തമമാണ്. അപ്പോൾ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ പ്രത്യേകം വഴിപാടുകൾ കഴിക്കുന്നത് ഈ ബുധൻ്റെ ദോഷത്തിന് ഏറ്റവും നല്ലതാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. ശ്രീകൃഷ്ണ ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ അങ്ങോട്ട് പോവുക, അവിടെ വഴിപാടുകൾ ചെയ്യുക. ഒരല്പം വെണ്ണ സമർപ്പിക്കുകയോ ഒരു നെയ്വിളക്ക് സമർപ്പിക്കുകയൊക്കെ ചെയ്താലും മതി. നമ്മുടെ കഴിവ് പോലെ തുളസിമാല സമർപ്പിച്ചാൽ ഏറ്റവും നല്ലതാണ്. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാന് പ്രിയപ്പെട്ട വഴിപാടുകളുണ്ട്. അപ്പം, അട, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിലേതെങ്കിലും നമ്മുടെ സാമ്പത്തികമായ കഴിവ് പോലെ ചെയ്യുക. അപ്പോൾ ഇതാണ് ഈ 4 കൂറുകാരുടെ ഫലം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും അയൽക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബുധൻ നീചത്തിലാണെങ്കിലും അതിൻ്റെ ദോഷങ്ങൾ മറ്റ് ഗ്രഹങ്ങൾ പരിഹരിച്ച് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നവഗ്രഹങ്ങളെ കൂടെ വന്ദിക്കുക. നവഗ്രഹ സ്തോത്രങ്ങൾ നിത്യവും ചൊല്ലാനായിട്ട് ശ്രദ്ധിക്കുക. ബുധൻ്റെ സ്തോത്രം പ്രത്യേകമായിട്ട് ഒന്ന് ജപിക്കുക. പല ഗുണങ്ങളും അതുകൊണ്ട് ഉണ്ടാകും. ക്ഷേത്ര ദർശനം പതിവാക്കുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. നമസ്കാരം.